Hello, dear friends, welcome to Teach English. ഈ ഒരു വീഡിയോയിൽ നത്തിങ് ട്വൈസ് എന്ന കവിതയുടെ അവസാനം നൽകിയ ആക്ടിവിറ്റീസ് ആണ്. ഇതിലെ ചോദ്യോത്തരങ്ങൾ മുമ്പ് മറ്റൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്. 2 പ്രവർത്തനങ്ങളാണ് കവിതയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. Let's recall and recreate. Activity 1. Poets use different kinds of images to enhance the meaning of poems. These can be visual, auditory, olfactory, tactile, gustatory, kinesthetic, etc. A few examples from the poem Nothing Twice are given below. ഈ കവിതയുടെ മീനിംഗ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പോയിറ്റ് വിവിധതരത്തിലുള്ള ഇമേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇമേജുകൾ എന്നാൽ വാങ്മയചിത്രമാണ്. ഈ കവിതയിൽ വിഷ്വൽ, ഓഡിറ്ററി, ഒൾഫാക്ടറി, ടാക്ടൈൽ, കൈനസ്തെറ്റിക് എന്നീ ഇമേജറികൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാഴ്ച സംബന്ധമായ ഇമേജുകളെ വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നു. ശബ്ദം അല്ലെങ്കിൽ കേൾവി സംബന്ധമായ ഇമേജറികൾ ഓഡിറ്ററി, ഗന്ധം അല്ലെങ്കിൽ സ്മെൽ ഓൾഫാക്ടറി, ചലനവുമായി ബന്ധപ്പെട്ട ഇമേജുകൾ കൈനസ്തെറ്റിക്, അതേപോലെ ടച്ചുമായി ബന്ധപ്പെട്ടവ ടാക്ടൈൽ ഇമേജറി എന്നിങ്ങനെ വിളിക്കാം. ഇനി ഈ കവിതയിൽ നിന്നുള്ള വ്യത്യസ്ത ഇമേജറികൾ പട്ടിക രൂപത്തിൽ നൽകിയിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ കോളത്തിൽ ഏതൊക്കെ ഇമേജുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും രണ്ടാമത്തെ കോളത്തിൽ കവിതയിൽ നിന്നുള്ള ഉദാഹരണങ്ങളും മൂന്നാമത്തെ കോളത്തിൽ അതിന്റെ പ്രസക്തിയുമാണ് നൽകിയിരിക്കുന്നത്. പട്ടിക വായിച്ചു നോക്കുക. First one, visual imagery. The line, a rose flung into the room, symbolize unique and unrepeatable moments. റോസ് ഒരു വിഷ്വൽ ഇമേജറിയാണ്. അത് യൂണിക്കായ, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നു. The auditory imagery, casual mention of a name, triggers memories and emotions. യാദൃശ്ചികമായി പേര് പരാമർശിക്കുക എന്നുള്ളത് ഓഡിറ്ററി ഇമേജ് ആണ്. അത് കേൾക്കുന്നയാളിൽ ഓർമ്മകളും വികാരങ്ങളും ഉയർത്തുന്നു. The imagery of the scent of the rose reinforces the fleeting nature of experiences. റോസാപുഷ്പവുമായിട്ട് ബന്ധമുള്ള സ്മെൽ അല്ലെങ്കിൽ അതിന്റെ ഗന്ധം നമ്മുടെ അനുഭവങ്ങളുടെ നശ്വര സൂചിപ്പിക്കുന്നു. The tactile imagery of the description of kisses emphasizes physical sensations and intimacy. Precisely the same kiss എന്ന വരിയിൽ ഒരു ടാക്ടൈൽ ഇമേജറിയുണ്ട്. കിസ് ചെയ്യുക എന്നത് ഒരു ശാരീരികമായ സ്പർശനമാണ്. അത് ശാരീരിക ഉത്തേജനവും 2 വ്യക്തികൾ തമ്മിലുള്ള അടുപ്പവും സൂചിപ്പിക്കുന്നു. The last one, looking at the clock, represents the passage of time. Looking at the clock ഈ വരി സമയത്തിന്റെ കടന്നുപോക്ക് സൂചിപ്പിക്കുന്നു. This is an instance of kinesthetic imagery. B. Now, write a paragraph about the imagery in the poem. In Nothing Twice, Wisława Szymborska uses various imagery to enhance the poem's themes. Nothing Twice എന്ന കവിതയുടെ മീനിംഗ് വർദ്ധിപ്പിക്കുന്നതിന് വിസ്ലാവ സിംബോർസ്ക വിവിധ ഇമേജറികൾ ഉപയോഗിക്കുന്നു. Visual imagery is evident when she describes a rose being flung into a room, painting a vivid picture of unexpected beauty. അപ്രതീക്ഷിത സൗന്ദര്യത്തിനെ ചിത്രീകരിക്കുന്ന റോസാപ്പൂവ് ഒരു മുറിയിലേക്ക് എറിയുന്നതുപോലെ എന്ന വരിയിൽ വിഷ്വൽ ഇമേജറി ഉപയോഗിക്കുന്നു. The olfactory image of the rose scent evokes a sense of freshness and delight. റോസാപ്പൂവിന്റെ ഗന്ധത്തിന്റെ ഒൾഫാക്ടറി ഇമേജ് പുതുമയും ആനന്ദവും ഉളവാക്കുന്നു. Tactile imagery is present in the description of kisses, making the reader feel the intimacy of the moment. ചുംബനങ്ങളുടെ വിവരണത്തിൽ ടാക്ടൈൽ ഇമേജറിയുണ്ട്. ഇത് വായനക്കാരനെ വളരെ ഇന്റിമേറ്റായ ഒരു നിമിഷം അനുഭവിപ്പിക്കുന്നു. The kinesthetic image of looking at the clock conveys the poet's sense of time passing and her restlessness. Looking at the clock എന്ന കൈനസ്തെറ്റിക് ഇമേജറി സമയം കടന്നുപോകുന്നതിനെക്കുറിച്ചുള്ള കവിയുടെ ബോധവും അതുണ്ടാക്കുന്ന അസ്വസ്ഥതയും അറിയിക്കുന്നു. Auditory imagery can be inferred from the casual mention of a name, which brings sudden joy and vivid memories. പെട്ടെന്നുള്ള ആഹ്ലാദവും ഉജ്ജ്വലമായ ഓർമ്മകളും നൽകുന്ന casual mention of a name എന്നത് ഓഡിറ്ററി ഇമേജറിയാണ്. Together, these images help readers deeply feel the poem's message about the fleeting nature of life and the importance of appreciating each unique moment.
ഈ ഇമേജറികൾ ജീവിതത്തിന്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും ഓരോ യുണീകായ നിമിഷത്തെയും വിലമതിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള കവിതയുടെ സന്ദേശം ആഴത്തിൽ മനസ്സിലാക്കാൻ വായനക്കാരെ സഹായിക്കുന്നു. Activity 2. A. Complete the following worksheet. ഇനി ഇവിടെ നൽകിയിരിക്കുന്ന വർക്ക് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക. കവിതയുടെ പേര്, കവിയെക്കുറിച്ചൊരു കുറിപ്പ്, കവിതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, കവിതയുടെ തീം, കവിതയുടെ സമ്മറി, കവിതയുടെ ഘടന എന്നിവയാണ് ഇവിടെ നാം കാണുന്നത്. ഇനി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന പോയിറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അലിറ്ററേഷൻ എന്നാൽ ഒരു വരിയിൽ തന്നെയുള്ള ഒന്നിലധികം വാക്കുകൾ ഒരേ ശബ്ദത്തിൽ തുടങ്ങലാണ്. ഉദാഹരണത്തിന് സീക്ക് ആൻഡ് സ്റ്റാർ, അതേപോലെ ടു ആൻഡ് ടീച്ച്. അസോനൻസ് എന്നാൽ സ്വരാക്ഷരങ്ങളുടെ ആവർത്തനമാണ്. ചാൻസ്, പ്രാക്ടീസ് എന്നീ വാക്കുകളിലെ എ എന്ന ലെറ്റർ ഉണ്ടാക്കുന്ന ശബ്ദവും ട്രീറ്റ്, ഫീഡിംഗ് എന്നിവയിലെ ഇ എന്ന ശബ്ദവും. ഉപയോഗിച്ചിരിക്കുന്ന റൈം സ്കീം എ ബി, അതേപോലെ റൈമിംഗ് വേർഡ്സ്, ഇമേജസ്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്നിവയും കാണാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അനുഭവങ്ങളും അദ്വിതീയമാണ്, അവ ആവർത്തിക്കാത്തതാണ് എന്നു തിരിച്ചറിഞ്ഞ് അവ വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് കവിതയുടെ മെസ്സേജ്. കവിതയെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം കൂടി ഇവിടെ എഴുതി ചേർക്കാം. ദാറ്റ്സ് ഇറ്റ്. ഈ യൂണിറ്റിൽ നിന്നുള്ള ഗ്രാമർ, വൊക്കാബുലറി ആക്ടിവിറ്റികൾക്കായി അടുത്ത വീഡിയോ കാണുക. Thanks a lot for watching this video.